എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന മുട്ടക്കറിയേക്കാളും ടേസ്റ്റ് നമ്മുടെ ഈ തട്ടുകടയിൽ ഉണ്ടാക്കുന്നതാണ് അല്ലേ? അങ്ങനെ കഴിച്ചിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്കിന്ന് ഒരു തട്ടുകട സ്പെഷ്യൽ മുട്ടക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 4 സവോള വളരെ കനം കുറഞ്ഞ് ഇതുപോലൊന്ന് അരിഞ്ഞെടുക്കണം. ഓൾറെഡി നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആവശ്യമുള്ള മുട്ട ഇതുപോലെ നേരെ നടുവെ പിളർന്ന് മാറ്റി വെക്കണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതിലേക്ക് മസാലയൊക്കെ പിടിക്കാൻ എളുപ്പം കിട്ടും. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് പെരുംജീരകം 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. പെരുംജീരകം ഒന്ന് മൂത്തെന്ന് തോന്നുമ്പോൾ അതിലേക്ക് 2 വത്തലമുളക്, അല്പം കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 4 സബോള അത് നന്നായിട്ടൊന്ന് വാടുന്ന സമയത്ത് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് പിന്നീട് 2 പച്ചമുളക് അത് ചതച്ചതും 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് 1 ടൊമാറ്റോ നന്നായിട്ട് അടിച്ചെടുത്തതും 2 ടീസ്പൂൺ കോൺഫ്ലവർ ഒന്ന് വെള്ളത്തിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കലക്കിയെടുത്തതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത്, അതായത് ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് നന്നായിട്ട് തിക്കായിരിക്കണം. ഒരുപാട് വെള്ളം ചേർത്ത് നീണ്ട പോലെ പോകരുത്. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുക്കായി ഇതെല്ലാം ഈ ടൊമാറ്റോയുടെ ആ ഒരു പുളിയൊക്കെ ഈ സവോളയിലേക്ക് പിടിച്ചു എന്ന് തോന്നുമ്പോൾ നമുക്ക് അത് സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ആ മുട്ടയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മൾ എപ്പോഴും ഈ തട്ടുകട സ്റ്റൈലിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങനെയേ ഉണ്ടാക്കാൻ തോന്നുള്ളൂ. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.